അവധിക്കാലമല്ലേ, ഒരു കേക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താലോ? അതും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചോക്ലേറ്റ് ബനാന കേക്ക്. കണ്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്കുണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കാം. മറന്നുപോയൊരു കാര്യം, 1 നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. അതും കൂടെ ചേർത്തേക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ 3 പ്രാവശ്യം നിങ്ങൾക്ക് അരിപ്പയിൽ വെച്ചൊന്ന് അരിച്ചാലും മതി. ഇനി വേണ്ടത് പഴമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പൂവൻ പഴമാണ്. ഇതിന് പകരം ഏത്തപ്പഴമാണെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. കണ്ടോ, അടിച്ചെടുത്തു. ഇനി മാറ്റി വയ്ക്കാം. ഇനി 125 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് ഫ്രിഡ്ജിലായിരുന്നതുകൊണ്ട് നേരത്തെ എടുത്തു പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷമാണ് ഇപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ബട്ടറാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇനി ഈ ബട്ടർ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ആ സൈഡിലുള്ള എല്ലാം കൂടെ ഒന്ന് തട്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പഞ്ചസാരയും ബട്ടറും ഒക്കെ നന്നായി ബീറ്റായി. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഓരോ മുട്ടയും പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. എൻ്റെ കയ്യിൽ ബനാന എസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടി ഒഴിച്ചു കൊടുത്ത്, നിർബന്ധമൊന്നുമില്ല, വാനില എസൻസ് ആയാലും മതി. ഇനി ബട്ടറിന് പകരം നിങ്ങൾ ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ഓയിൽ ചേർക്കേണ്ടത്. ഓയിൽ ചേർത്ത് ബീറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബട്ടർ ആയതുകൊണ്ടാണ് ബട്ടർ ആദ്യം ബീറ്റ് ചെയ്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴമാണ് വേണ്ടത്. പഴം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി മൈദ നമുക്ക് കുറേശ്ശായി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മൈദ എല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് വേണ്ടത് ചോക്ലേറ്റ് ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ചോക്ലേറ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ട്രേയിലേക്ക് ഒഴിച്ചെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 45 മിനിറ്റ് കൊണ്ടാണ് എനിക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ അടിപൊളി ബനാന ചോക്ലേറ്റ് കേക്ക് റെഡിയായി.
നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.